പെൻഗ്വിനുകൾക്ക് ഭ്രാന്ത് പിടിക്കുമോ? ഹെർസോഗ് ഒരു വിദഗ്ധനോട് സംസാരിക്കവേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മിക്കപ്പോഴും പെൻഗ്വിൻസ് കൂട്ടമായി സമുദ്രത്തിലേക്ക് പോകും. അവിടെ ഭക്ഷണം കിട്ടും. പക്ഷെ ചിലപ്പോൾ ചില പെൻഗ്വിനുകൾക്ക് ദിശാബോധം നഷ്ടപ്പെടും. അവർ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് ഭൂഖണ്ഡത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങും. ഈ യാത്ര ശരിക്കും മരണത്തിലേക്കുള്ളതാണ്. കാരണം അവിടെ ഭക്ഷണമോ വെള്ളമോ ഇവയ്ക്ക് വേണ്ടതൊന്നും തന്നെ ഉണ്ടാകില്ല. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ ഒരു സംഭാഷണത്തിനിടയിലാണ് ആ ഒരു പെൻഗ്വിൻ സ്ക്രീനിലേക്ക് വരുന്നത്. ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള മൗണ്ടെയിൻ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ് അത്. തനിക്ക് മരണം സംഭവിച്ചേക്കാവുന്നത്ര അപകടമായിട്ട് കൂടി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മഞ്ഞുമല ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു. വെളുത്ത മഞ്ഞിലൂടെ ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങുന്ന ആ കുഞ്ഞു പെൻഗ്വിൻ ഇടയ്ക്കൊന്ന് തെന്നി വീഴുന്നുണ്ട്. എന്നാൽ വീഴ്ചയിൽ തളരാതെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഉടൻ തന്നെ എഴുന്നേറ്റ് തന്റെ യാത്ര തുടരുന്ന ആ ദൃശ്യമാണ് ആളുകളുടെ ഹൃദയം കീഴടക്കിയത്. ഈ വീഡിയോ ക്ലിപ്പിൽ ഹെർസോഗ് നൽകിയിരിക്കുന്ന നറേഷനും ഏറെ വൈകാരികമാണ്. എന്തായിരിക്കും ആ പെൻഗ്വിൻ ചിന്തിച്ചിട്ടുണ്ടാവുക? ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായിരിക്കും ഒന്ന് മാറി നടന്നേക്കാം എന്ന ചിന്ത അതിന് വന്നിട്ടുണ്ടാവുക. 2008 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ക്ലിപ്പ് 2015 നിഹിലിസ് പെൻഗ്വിൻ എന്ന പേരിൽ പ്രചാരം നേടുന്നത്. ജീവിതത്തിന് യഥാർത്ഥത്തിൽ ഒരു അർത്ഥവും ലക്ഷ്യവും മൂല്യവുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിയാണ് നിഹിലിസം. ജീവിതത്തിൽ എന്തെങ്കിലും വലിയ ലക്ഷ്യമോ സന്തോഷമോ കിട്ടിയാൽ പോലും അതൊന്നും ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണിത്. പക്ഷേ ചിലർക്ക് ഇത് നിരാശയല്ല, മറിച്ച് സ്വാതന്ത്ര്യമാണ്. ഒന്നും അർത്ഥമില്ലാത്തതിനാൽ ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന ചിന്താഗതി. നിഹിലിസം അങ്ങനെ ഈ പെൻഗ്വിന്റെ യാത്രയുമായി ചേർത്ത് വെക്കപ്പെട്ടു. മനുഷ്യരുടെ അസ്തിത്വ പ്രതിസന്ധി, ഏകാന്തത, സ്വതന്ത്രമായ തീരുമാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തി ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനങ്ങളുമായി എത്തി. ഒരു മോട്ടിവേഷനായി എടുത്തവരുമുണ്ട്. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാകും ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എല്ലാം വിട്ടെറിഞ്ഞ് ഏതെങ്കിലും മലയുടെ മുകളിലൊക്കെ പോയി സമാധാനത്തെ ജീവിക്കണമെന്ന്. ജീവിതത്തിലെ കൊച്ചു കൊച്ചു പരാജയങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് ഈ പെൻഗ്വിൻ ശരിക്കും വലിയൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണ്.